എല്ലാവർക്കും നമസ്കാരം. 2024 ജൂൺ മാസം 3-ാം തീയതി ഇടവമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ്. ഇന്ന് ദശമി, ഏകാദശി, ദ്വാദശി എന്നീ ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം നോൽക്കുന്നത്. ഈ അപര ഏകാദശി നോറ്റാൽ ഭക്തന് ലഭിക്കുന്നത് ഐശ്വര്യസമ്പന്നമായ ജീവിതമാണ്. കീർത്തിവർദ്ധിതം ഏകാദശി പാപമോചനവും ഫലം എന്നാണ്. മഹാവിഷ്ണുവിനെ ത്രിവിക്രമനായി സങ്കല്പിച്ച് പൂജിക്കുന്ന ഏകാദശിയാണ് അപര ഏകാദശി. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ ഇത് നാളെ ജൂൺ 3 തിങ്കളാഴ്ചയാണ്. മഹാബലി ചക്രവർത്തിയോട് ഭൂമിയും ആകാശവും അളന്ന ശേഷം വീണ്ടും അളക്കാൻ സ്ഥലം ചോദിച്ച ഭാവമാണ് ഭഗവാന്റെ ത്രിവിക്രമ സങ്കല്പം. ഇടവമാസത്തിലെ ഈ ഏകാദശിക്ക് അചല ഏകാദശി എന്നും പേരുണ്ട്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ മഹാപാപങ്ങൾ പോലും അകലുമെന്നാണ് വിശ്വാസം. പാപങ്ങൾ തന്നെയാണ് എപ്പോഴും നമ്മൾക്ക് ദുരിതങ്ങളും തടസ്സങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. പാപം തീർന്നാൽ തന്നെ തടസ്സങ്ങളകന്ന് ഐശ്വര്യവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതുമാണ്. ഇഹത്തിലും പരത്തിലും തന്നെ എല്ലാ സൗഭാഗ്യവും സമ്മാനിക്കുന്ന വ്രതമാണ് അപര ഏകാദശി. അപര എന്നാൽ അപാരമായ, പരിധിയില്ലാത്ത, വളരെയധികം എന്നെല്ലാം അർത്ഥവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകാദശി അനുഷ്ഠിക്കുന്നവരെ വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. കുടുംബപാപങ്ങളിൽ നിന്ന് പോലും മോചിപ്പിക്കുന്നതിന് ഈ ഏകാദശി വ്രതവും പ്രാർത്ഥനയും വളരെ ഉത്തമമാണ്. ഈ വ്രതം നോറ്റാൽ സന്താനങ്ങളില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനത്തെയും, എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ നശിപ്പിച്ച് വെളിച്ചം പ്രദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അപര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ പാപങ്ങൾ തീർന്നു പോകുന്നതും. അന്ന് വ്രതമെടുക്കാൻ സാധിക്കാത്തവരുണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി മൂലമന്ത്രമായ ഓം നമോ നാരായണായ, അദ്ഭുത ശക്തിയുള്ള നാമത്രയ മന്ത്രമായ ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ എന്നിവ കഴിയുന്നത്ര ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇതുകൂടാതെ തന്നെ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി എന്നിവ ജപിക്കുന്നതും, ഇതുകൂടാതെ തന്നെ വിഷ്ണു ഭഗവാന്റെ വേറെ മന്ത്രങ്ങളായ ഏത് തന്നെ മന്ത്രങ്ങളായാലും അതെല്ലാം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഏകാദശി ദിവസം വസ്തുക്കളോ ദ്രവ്യങ്ങളോ ഒക്കെ ദാനം ചെയ്യുന്നതിനും വളരെ പുണ്യ ദിവസമാണ്. അപര ഏകാദശിയുടെ അന്ന് തന്നെയാണ് ഭദ്രകാളി ജയന്തി. അപര ഏകാദശി ഭദ്രകാളി ജയന്തിയായും ആചരിക്കുന്നു. എല്ലാ മാസത്തിലും 2 ഏകാദശിയുണ്ട്, കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും. വെളുത്ത പക്ഷ ഏകാദശി നോൽക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നത്. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഹരിവാസര സമയമാണ്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും, അതായത് 6 മണിക്കൂർ, തൊട്ടു പിന്നാലെ വരുന്ന ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേർന്നുള്ള 12 മണിക്കൂർ സമയമാണ് ഹരിവാസരം. ഈ സമയത്ത് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഏറെ പുണ്യകരമാണ്. മഹാവിഷ്ണു സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് രാത്രി, അതായത് 2024 ജൂൺ 2 ഞായറാഴ്ച രാത്രി 9:22 മണിക്ക് ഹരിവാസരം തുടങ്ങുന്നതാണ്. 3-ാം തീയതി രാവിലെ 8-6 മണിക്ക് അവസാനിക്കുന്നതുമാണ്. ഈ പ്രാവശ്യം ഞായറാഴ്ച ഒരിക്കലെടുത്ത് തിങ്കളാഴ്ച ഉപവാസത്തോടെ ഏകാദശി വ്രതം നോൽക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്.